നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 14/12/2025 ഞായറാഴ്ച റബ്ബർ വില. കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 184, RSS 5 കിലോ 181, ISNR 20 163 രൂപ 50 പൈസ, ലാറ്റക്സ് 60% DRC 128 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 184, RSS 5 കിലോ 181. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിന് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 179 രൂപ 50 പൈസ, ലോട്ട് കിലോ 163 മുതൽ 168. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 123 രൂപ 60 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 92 രൂപ 25 പൈസ. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 176, RSS 5 കിലോ 173, ISNR 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 114. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 173, ഫാക്ടറി വില 183, 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 8600, 30% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 10380. അതുപോലെ 35% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 12110. ഇന്നത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ ആണെങ്കിലും റബ്ബർ ടാപ്പിംഗ് ചെയ്ത് മഞ്ഞ് കുറവുമാണ്. കവറിട്ട മരങ്ങൾ വെട്ടാൻ സാധിച്ചു. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 12275, ഒരു പവൻ 98,200. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 13,391, ഒരു പവൻ 1,07,128. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 10,043, ഒരു പവൻ 80,344. ഇതാണ് സ്വർണ്ണവില. ഇന്നലെ 1 ഗ്രാമിൻ്റെ മുകളിൽ 25 രൂപയും ഒരു പവൻ്റെ മുകളിൽ 200 രൂപയാണ് കുറഞ്ഞത്. സ്വർണ്ണവില ഏകദേശം പകുതിയായെങ്കിൽ മാത്രമേ സാധാരണക്കാർക്കൊക്കെ ആശ്വാസമാവൂ. ഇന്ന് തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, പച്ചത്തേങ്ങ 60 മുതൽ 80 ചകിരിയുള്ളത്, കൊപ്ര എടുത്തപടി 198, കൊക്കോ 340, കച്ചോല ഉണങ്ങിയത് 500, വെളിച്ചെണ്ണ ലിറ്ററിന് 440, പിണ്ണാക്ക എസ്പെലർ 41, റോട്ടറി 42, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേല 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 270, ഗ്രാമ്പു 780, ഗ്രാമ്പു നാടൻ 875. കുരുമുളക് അൺകാറുള്ള കിലോ 691, കുരുമുളക് കാറുള്ള കിലോ 711, കുരുമുളക് പുതിയത് 683, കുരുമുളക് വയനാടൻ 680, ചേട്ടൻ 670, വാഴക്കുളം പൈനാപ്പിൾ 34, പച്ച 41, പഴം 42. എന്തായാലും ഡിസംബർ 11 നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായ മേൽക്കൈയാണ് നേടിയത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായുള്ള ഒരു പോരാട്ടം തന്നെയാണ്. എന്തായാലും തെറ്റുകൾ തിരുത്തി മുന്നേറുക തന്നെ വേണം LDF-ഉം. LDF-നെ വളരെ പ്രതിസന്ധിയിലാക്കിയത് സ്വർണം, ചെമ്പ്, അങ്ങനെയുള്ള പല വിഷയങ്ങളും ഒക്കെയാണ്. എന്തായാലും ജയിച്ചവർ നല്ല രീതിയിൽ അത് ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ ഭരണം നടത്തുക. ജയിച്ചവർ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. തോറ്റവരെന്തുകൊണ്ട് തോറ്റ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഭരണം നടത്തിയാൽ നല്ലതായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അഴിമതിയില്ലാത്തൊരു ഭരണം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.